ഹലോ. ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആത്മാവ്, സ്പിരിച്വൽ, പ്രേതം ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫൂട്ടേജ് കാണിച്ചു തരാം. ഇത് ഞാൻ ഷൂട്ട് ചെയ്തത് ഡിസംബർ 6-നാണ്. നിങ്ങൾ ആദ്യം ആ ഫൂട്ടേജ് ഒന്ന് കണ്ടു നോക്ക്. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. കട്ട് ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതൊരു സ്പിരിച്വൽ ബോർഡ് സെഷൻ ആയിരുന്നു. ഡിസംബർ 6 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അർദ്ധരാത്രി ഏകദേശം 11:45 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ഒരു സെഷൻ. ക്യാമറ എടുത്തത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. ഞാനും അവനും മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് 4 പേരായിരുന്നു. എന്നാൽ അവസാനമായപ്പോൾ 2 പേര് അവരുടെ ചില കാരണങ്ങളാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഒരു 3 സെഷനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു സെഷനിൽ ഞാൻ 3 തവണ സ്പിരിറ്റിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും നടന്നില്ല. ഈവൻ ഒരു ശബ്ദം പോലും ഒന്നും കേൾക്കാനില്ലായിരുന്നു. രണ്ടാമത്തെ സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ കോൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര തലവേദന. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഞരമ്പ് ഇങ്ങനെ എനിക്കങ്ങ് നിൽക്കാൻ വയ്യാത്ത കണക്കങ്ങ് തലവേദനയായി. അങ്ങനെ ആ ഒരു രണ്ടാമത്തെ സെഷൻ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞങ്ങ് നിർത്തി. മൂന്നാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, മൂന്നാമത്തെ സെഷനിൽ കറക്റ്റ് രണ്ടാമത്തെ ഇൻവൈറ്റ് കോള് ഞാൻ ചെയ്തപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ബാക്ക് സൈഡിൽ എൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഭിത്തിയിൽ അങ്ങോട്ട് ചാരി വെച്ചിരുന്ന ഒരു ഇരുമ്പ് പൈപ്പാണത്. ഇത് താഴെ വന്ന് ഭയങ്കര ശബ്ദത്തോടെയായിരുന്നു താഴെ വന്ന് വീഴുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അവനും ഞെട്ടി, എനിക്കിത് കണ്ട് ഞെട്ടി. കുറച്ച് നേരത്തേക്ക് ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. ഒന്നും എനിക്ക് ചെയ്യാനോ മിണ്ടാനോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടും, മുകളിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടും. അതായത് ഈ പൈപ്പ് വീണ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എവിടെ നിന്നോ കുറേ നായ്ക്കൾ അങ്ങ് ഓരിയിടാൻ തുടങ്ങി. ഒരു സ്പിരിച്വൽ ബോർഡ് സെക്ഷനിൽ ഞാൻ അവനും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, നോർമലി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു ബോർഡിനകത്ത് നമ്മൾ ഈ നീക്കുന്ന ഒരു പ്ലാഞ്ചറ്റ് അല്ലെങ്കിൽ കോയിൻ ഇങ്ങനെ മൂവ് ചെയ്യും. അത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ തരും. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ ഒരു കാര്യം. ആ ഒരു പൈപ്പ് ചിലപ്പോൾ ഒന്ന് മാറിയിരുന്നെങ്കിൽ ആ ബോർഡിൽ വന്ന് ഒന്നെങ്കിലും എഴുതിരി തിരിച്ചെൻ്റെ കണ്ണിൽ വീഴും, അല്ലെങ്കിൽ ഈ പൈപ്പ് എൻ്റെ തലയിൽ വന്നടിച്ചേനെ. അത്രയും ഒരു ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരുന്നു എന്നാണ് പറയാത്. അത് എങ്ങനെ വീണെന്നാണ് അറിയാൻ പറ്റുക. കാരണം അടച്ചിട്ട വീടാണ്, റൂമെല്ലാം അടച്ചിട്ടേക്കാണ്. അതിനകത്തു നിന്നാണ് ചാരി വെച്ച പൈപ്പ് വന്ന് വീഴുന്നത്. സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു അത്. പിന്നെ അങ്ങോട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത്. എൻ്റെ വൈഫും കുട്ടിയായിട്ട് ഞാൻ സെപ്പറേറ്റ് ആണ്. ആ ഒരു വീട്ടിൽ 2 മുറികളാണുള്ളത്. ഒന്ന് നമ്മളെ ബെഡ്റൂമും, ഒന്ന് ഞാനിപ്പോൾ ഈ സെഷൻ എടുക്കുന്ന ഇത് ഞാൻ ഒരു ചെറിയൊരു സ്റ്റുഡിയോ കണക്കൊക്കെ ആക്കി ഡാർക്ക് റൂമാക്കി വെക്കുക. അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അന്ന് രാത്രി ഞാൻ ഷൂട്ടിങ് അന്ന് അവൻ കൊണ്ടാക്കി കുളിച്ചിട്ട് ഞാൻ ബെഡിൽ കിടക്കുക. നമ്മൾ ഒരുമിച്ചാണ് കിടക്കാറ്.
അപ്പോഴത്തേക്കാണ് അപ്പോൾ എനിക്ക് കിടക്കുമ്പോൾ തൊട്ട് മുമ്പായിട്ട് ഈ ഫോണിൽ ഈ സ്റ്റോറി കേൾക്കുന്ന ഒരു ശീലമുണ്ട്. അതൊരു ശീലമായിപ്പോയി. അത് ഞാൻ കൂടുതലും ആശ്രയിക്കുന്നത് നമ്മുടെ ഈ ഗോസ്റ്റ് റേഡിയോ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ കഥകൾ കേൾക്കാൻ നല്ല ഇതാണ്. ഞാൻ അതിന് സാധാരണ ഹെഡ്സെറ്റ് വെച്ചാണ് കേൾക്കാറ്. പക്ഷേ അന്ന് ഹെഡ്സെറ്റിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്, എയർപോർട്ടായിരുന്നു, അത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഇങ്ങനെ സൗണ്ട് കുറച്ച് ഇങ്ങനെ ചെവിയോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കേട്ടോണ്ട് കിടക്കുക. കിടന്ന് കുറച്ച് കേട്ടോണ്ട് കിടന്നപ്പോൾ എൻ്റെ റൂമിൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട്. അങ്ങനെ ഞാൻ ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് റൂമിലോട്ട് വന്ന് നോക്കുമ്പോൾ ഈ എൻ്റെ ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഞാനൊരു ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഒരു കമ്പുകൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചാൽ അതിൽ ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്, അതിലാണ് ഹെൽമെറ്റ് ഹാങ് ചെയ്തിടുന്നത്. ഈ ഹെൽമെറ്റ് തറയിൽ കിടന്നിങ്ങനെ എന്താ ഈ സൗണ്ട് സൗണ്ട് കേട്ട എന്തോന്ന്? എവിടെ കേട്ടത്? വീട്ടിന്റെ മുകളിലാണോ? അപ്പൊ ഈ ഹെൽമെറ്റ് ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ ക്ലിപ്പ് ഇളകി വന്ന് കിടക്കുകയാണ്. അന്നേരം പെട്ടെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇത് ക്ലിപ്പ് തിരിച്ച് പിടിച്ചിട്ടിട്ട് ഞാൻ പിന്നെയും പോയി കിടന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഉറക്കം ഇങ്ങനെ കണ്ണിൽ പിടിച്ചു വന്നപ്പോൾ എൻ്റെ നോട്ടം ഈ റൂമിൽ ബെഡിൽ കിടന്ന് എനിക്ക് ഈ റൂം കാണാൻ പറ്റും. അപ്പോൾ കഥ ഇങ്ങനെ ചെറുതായിട്ട് ചാരിയൊക്കെ ആണ്. ഇവിടെ എനിക്കൊരു ചെറിയ ഡിം ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ് മുകളിൽ നിന്ന് അടിക്കുന്നു. അത് ഞാൻ ഓഫ് ചെയ്താലും അതിന് ചെറിയൊരു പവർ വന്നിങ്ങനെ ചെറുതായിട്ട് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഇത് നല്ല ഗ്ലോ ആയിട്ട് തോന്നുന്നു. ഈ റൂമിനകം മൊത്തം ഒരു ബ്ലൂ ആയിട്ട് തോന്നുന്നു. അപ്പോഴാണ് എൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഡോറിൽ ഞാൻ എൻ്റെ ഒരു തോർത്ത് ഡോറിലിട്ടേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഉണങ്ങി കിടക്കുകയാണ്. നോക്കുമ്പോൾ എൻ്റെ നോട്ടം ഈ കഥയും കേട്ട് ഞാൻ ഇങ്ങനെ നേരെ നോക്കി കിടക്കുവാണ്. പെട്ടെന്ന് ഈ തോർത്തുണ്ടല്ലോ താഴെ വന്നങ്ങ് വീഴുന്നു. ഈ നമ്മൾ തുണി വലിച്ചെടുക്കുന്ന കണക്ക് താഴെ വന്നങ്ങ് വീഴുന്നു. ഇത് ഞാൻ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ എൻ്റെ നോട്ടം നേരെയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി ആ റൂമിൽ ലൈറ്റിട്ട് ഹാളിൽ വന്ന് ലൈറ്റിട്ട് ഞാൻ പെട്ടെന്ന് ഈ റൂമിലും വന്ന് ലൈറ്റിട്ട് കയറി നോക്കുമ്പോൾ സംഭവം തോർത്ത് താഴെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കണക്കാണ്, ഇതെന്താ സംഭവം? കാരണം ഈ തോർത്ത് താഴെ വന്ന് വീഴാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല, വേറെ എങ്ങും ഇവിടെ എയർ ഹോളൊക്കെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തേക്കുക. അപ്പോൾ യാതൊരു ഓപ്ഷനും ഇല്ല. ഞാൻ വേറെ ആരുടെ അടുത്ത് ഈ കേസൊന്നും പറഞ്ഞില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു സ്ക്രിപ്റ്റിൻ്റെ റൈറ്റിങ്ങിലായിരുന്നു. എനിക്ക് ഗൾഫിൽ നിൽക്കുന്ന ഒരാൾ എനിക്ക് സ്റ്റോറി പറഞ്ഞു തന്നു. അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ എൻ്റെ വൈഫ് കൊച്ചും കൂടെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇതേ റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ ഫോണിൽ ഈ സ്റ്റോറിയിൽ ഞാൻ ചെയ്യുന്ന സ്റ്റോറിക്കുള്ള വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഈ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന കണക്കൊരു സൗണ്ട് കേൾക്കും. എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷേ ഞാൻ ഈ റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു മുഴങ്ങണ ഈ വൈബ്രേഷൻ വരുമല്ലോ, അതുപോലെ അത് നമ്മുടെ ഈ ഫോണൊക്കെ ടേബിളിൽ വെക്കുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു എക്കോയിൽ ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന കണക്കൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നു. പെട്ടെന്ന് ഞാൻ കഥമൊക്കെ തുറന്ന് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ഒന്നും കാണാനില്ല അവിടെ. പക്ഷെ തിരിച്ചു വന്ന് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ഒരു വൈബ്രേഷൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പോൾ ആക്ച്വലി ഞാൻ വീട്ടിനകത്ത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഈ സ്റ്റോറീസൊക്കെ ഒരുപാട് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, പതുക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പതുക്കെ വീട് കൂട്ടി തിരിച്ച് ഞങ്ങൾ താഴെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അങ്ങോട്ടൊക്കെ അങ്ങ് പോയി. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വൈഫും കൊച്ചും ഒരുമിച്ചാണ് പിന്നെ ഞാൻ വരുന്നത്. അങ്ങനെ അടുത്ത ദിവസം ശനിയാഴ്ച ഇത് കണക്ക് വൈകുന്നേരം ഞാൻ കുളിച്ചിട്ട് എൻ്റെ അകത്തുള്ള ബാത്റൂമിൽ കുളിച്ചിട്ട് ഞാനിങ്ങനെ ഡോറിങ്ങനെ അടച്ചിങ്ങനെ ക്ലോസ് ചെയ്യാൻ നേരത്ത്, അപ്പോൾ നമ്മൾ ഈ ഡോർ ഇങ്ങനെ പിടിച്ചടച്ചിങ്ങനെ തിരിഞ്ഞാണല്ലോ ക്ലോസ് ചെയ്യുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഇത്രയും നേരം കുളിച്ചുകൊണ്ടിരുന്ന ആ കുളിമുറിയുടെ അകത്ത് ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന കണക്ക്. ഒബ്ജക്റ്റ് മീൻസ് അതൊരു ഒരു ഷേപ്പിലുള്ള എന്തോ ഒരു കളറൊന്നും ഓർമ്മയില്ല, എന്തോ ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് നിൽക്കുന്ന കണക്കിന് ഞാൻ അത് മിസ്സാക്കിയാണ് ഡോർ അടച്ചെന്നൊരു തോന്നൽ. പെട്ടെന്ന് തുറന്നു നോക്കി, ഒന്നും തന്നെ കാണാനില്ല. ആക്ച്വലി ഇത് എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്തും ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പരിപാടി അവർക്ക് ആർക്കും ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ ഇഷ്ടമല്ല, വൈഫിന് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവുന്നതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മുതൽ എനിക്ക് ഈ ചാനൽ തന്നെ എനിക്ക് നിർത്തേണ്ടി വരും.
അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, രഹസ്യമാക്കി. ഞാൻ ഈ കാര്യം അന്ന് എൻ്റെ കൂടെ ക്യാമറ എടുക്കാൻ വന്ന ആ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് തോന്നലായിരിക്കുമെന്നാണ് പറഞ്ഞത്. അവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ് മെയിനായിട്ട് എനിക്കിത് ബാധിച്ചതെന്ന് വെച്ചാൽ, ശനിയും ഞായറും വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ മോളെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഡബ്ബിങ് ഉള്ളതുകൊണ്ട് ഞാനും അന്ന് എൻ്റെ കൂടെ വന്ന അവനും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വെച്ച് ഡബ് ചെയ്യുക. അപ്പോഴത്തേക്കാണ് എൻ്റെ വൈഫ് എന്നെ കോൾ ചെയ്തു. അപ്പോൾ അതിനിടയിൽ അത് കട്ട് ചെയ്ത് കോൾ എടുത്തപ്പോൾ അവൾ പറയുന്നു, ഞാൻ സംസാരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് ആരാ കരയുന്ന കണക്ക് ശബ്ദം കേൾക്കുന്നെന്ന് പറയും. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്ത് അവൻ ഇരിപ്പുണ്ട്. അപ്പം മൊബൈലൊന്നും ഇട്ടില്ല. ഞാൻ സെഷനിലിരിക്കുന്നതുകൊണ്ട് സൗണ്ട് വരാത്തതുകൊണ്ട് ഫോണൊന്നും ഇട്ടിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറയുക, ആരോ ഇങ്ങനെ കരയുന്ന കണക്കൊരു സൗണ്ട് കേൾക്കണമെന്ന്. അതോടെ ഞാൻ ഒന്നുമില്ല, എനിക്ക് തോന്നിയതാണെന്നും പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ അവനുമായിട്ട് ഡിസ്കസ് ചെയ്ത്. എന്നിട്ട് നമ്മൾ ഈ ഡബ്ബിങ് പകുതി വെച്ച് നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം അടുത്ത് ഇപ്പോൾ മണ്ഡലവിളക്ക് സമയമായതുകൊണ്ട് വൈകുന്നേരം ക്ഷേത്രത്തിൽ പൂജയുണ്ട്. അങ്ങനെ അവിടുത്തെ എൻ്റെ തിരുമേനി അവിടുത്തെ വീട്ടിനടുത്തുള്ള ക്ഷേത്രമാണ്. അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് പരിചയമുള്ളതാണ്. അങ്ങനെ പുള്ളീനെ ഞാൻ പൂജ കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് പുള്ളീനെ ഞാൻ പോയി കണ്ട്. പുള്ളീൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് വെറുതെ തോന്നിയതാണെന്നാണ് അയാളും എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അയാൾ കൂടെ ഒരു കാര്യം ചെയ്ത് വേറൊരാളെ നമ്പർ തന്നു. ഇയാളൊന്ന് പോയി കാണാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ വിളിച്ചിട്ടാണ് പോയത്. എനിക്ക് നമ്പർ തന്നത് നമ്മുടെ ഈ ജ്യോത്സ്യൻ, ഒരു കമ്പ്യൂട്ടർ ജാതകങ്ങളൊക്കെ നോക്കുന്ന ഒരു ജ്യോത്സ്യൻ. അയാൾ അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ജ്യോത്സ്യത്തിലൊന്നും അത്ര വിശ്വാസമുള്ള സമയമൊന്നും അല്ല. അങ്ങനെ ഇയാളെ വിളിച്ചിട്ട് പിറ്റേന്ന് ഞാൻ ഇയാളെ കാണാൻ പോയി. പക്ഷേ ആ മനുഷ്യനെ ഞാൻ വിശ്വസിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്നതാണ്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾ കേട്ട്. അപ്പോൾ എൻ്റെ നാളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ന് ഞാൻ അവിടെ വെച്ച് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ നല്ലപോലെ പേടിച്ചു. ആ ഒരു പേടിയിൽ നിന്നുണ്ടായ ചിന്തകളാണെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് ആദ്യം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഹെൽമെറ്റ് വീഴുന്നതും തോർത്ത് വീഴുന്നതും ഒക്കെ. ഹെൽമെറ്റ് വീഴുന്നത് ഹെൽമെറ്റിൻ്റെ ഹുക്കുകൾ വീണതായിരിക്കും. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. സാധാരണ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഹെൽമെറ്റുകളൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചിലപ്പോൾ ലൂസായി താഴെ വന്ന് വീഴും. തോർത്ത് വീഴുന്നതും അതേ കണക്ക് തന്നെ. കാരണം ഡ്രൈ ആയ തോർത്താണെങ്കിൽ ചെറിയൊരു കാറ്റ് മതി, ചിലപ്പോൾ ആ ഫാനിൻ്റെ കാറ്റ് ഇങ്ങോട്ട് അടിച്ചതായിരിക്കാം. അല്ലെങ്കിൽ എയർ ഹോളിൽ കൂടെ ഇന്ന് രാത്രി നല്ല കാറ്റും മഴയാണ്ടുള്ള ദിവസമായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ തോന്നലും കാര്യങ്ങളും എല്ലാം അത് അദ്ദേഹം പറയുന്നത് അന്നത്തെ ആ ഒരു പേടി, ആ ഒരു ഷോക്കിൽ നിന്നുണ്ടായ സംഭവമാണ്. അതായത് നിങ്ങളടുത്ത് പറയാനായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് ഈ സ്പിരിറ്റ് ബോർഡ് സെഷൻ ചെയ്യാൻ പോയ ആ വീട്ടിന് സമീപത്തായിട്ട് ഒരു സൂയിസൈഡ് നടന്നിട്ടുണ്ട്. ഈ സൂയിസൈഡ് നടന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ സൂയിസൈഡ് നടന്ന് അതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ തട്ട് കിടക്കുന്ന ഒരു ചേട്ടനുണ്ട്. അയാൾക്ക് രാത്രി ഈ കടയെല്ലാം അടച്ചിട്ട് കുളിക്കുന്ന സമയത്ത് കിണറ്റിൻ്റെ കരയിൽ വെച്ച് ഇങ്ങനെ എന്തോ കണ്ട ഒരു വിഷൻ കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ വീട് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് ഈ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾറെഡി എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഷൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ എന്തുവാണ്, ചിലപ്പോൾ ഈ ഒരു നേറ്റീവായിട്ടുള്ളൊരു സ്പിരിറ്റ് മേ ബി ഈ ബോർഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്. എനിക്കാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഫോണിൽ കൂടെ ഈ ഒരു കരച്ചിൽ കേൾക്കുന്ന പറഞ്ഞു. അത് പലപ്പോഴും എനിക്കും ചില സമയത്തൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം കോളുകൾ മെർജ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് എങ്ങനെ സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കണക്കിന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, മേ ബി അങ്ങനെയുള്ള ആയിരിക്കാം. ഈ സ്പിരിച്വൽ ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ ചാർലി അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഒരുപാട് പേര് കളിച്ചതായിട്ടും അവർക്ക് ഭയങ്കരമായ അനുഭവങ്ങളുള്ളതായിട്ടും പിന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ആ രൂപങ്ങളും വിഷ്വൽസും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ച് ചിന്തിച്ചിട്ട് ഇത് കളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുക, എന്തും സംഭവിക്കാം എന്നൊരു എക്സ്പെക്റ്റേഷനിലിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു പോകും ഒരു പക്ഷേ.
പേടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പേടിച്ചു പോകും. ഇപ്പം എനിക്ക് സംഭവിച്ചു കണ്ടില്ലേ, ഞാൻ ഇത്രയും വീഡിയോസും കാര്യങ്ങളും ഇതുമായിട്ട് എൻഗേജ് ചെയ്ത് നടന്നിട്ടും പെട്ടെന്ന് എനിക്കൊരു ഗ്ലിച്ച് ഒന്ന് മാറിയപ്പോൾ കണ്ടോ സംഭവിച്ചത്. ഒരു കാരണവശാലും ഈ ആളില്ലാത്ത വീടുകളിലോ ഈ സ്പിരിച്വൽ ബോർഡ് സെക്ഷനോ ഒന്നും ചെയ്യാൻ മെനക്കെടരുത്. കാരണം അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന പ്രേതവും ഭൂതവും ഒരു സൈഡ് നിൽക്കട്ടെ, അതിനെക്കാട്ടി നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകരുത് ഒരിക്കലും. എൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് എനിക്കിപ്പോൾ ആ ഒരു വീഡിയോ ഒരു ഗ്യാപ്പ് വരുന്നത്. എന്നാലും ആ പൈപ്പ് എങ്ങനെയായിരിക്കും താഴെ വീണത്? എന്ത് ഉത്തരമായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ ആ ഒരു മറുപടി എനിക്ക് കമൻറ്റിൽ തരണം പ്ലീസ്. എനിക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടുന്നവരെ എനിക്ക് ഒരു ക്ലിയർ ആയിട്ടൊരു സമാധാനവും ഇല്ല. ഫേക്ക് ചെയ്തെന്ന് മാത്രം പറയരുത് നിങ്ങളത്. കാരണം പറയാം, നിങ്ങൾക്ക് പറയാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും വൈകിപ്പിക്കുന്നില്ല. ഗുഡ് നൈറ്റ്.